ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ നടന്ന 7 സംസ്ഥാനങ്ങളിലെ 13 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന് മുന്നേറ്റം. 2 ഇടങ്ങളിൽ ഇന്ത്യ മുന്നണി ജയിച്ചു. 9 ഇടങ്ങളിൽ ലീഡ് തുടരുന്നു. ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗിന്റെ ഭാര്യ കമലേഷ് താക്കൂർ ഹെഡെ മണ്ഡലത്തിൽ വിജയിച്ചു. പഞ്ചാബിലെ ജലന്ധറിൽ AAP സ്ഥാനാർത്ഥിയും വിജയിച്ചു. 2 മാത്രമാണ് NDAക്ക് ലീഡ് നേടാനായത്. ബീഹാർ, ബംഗാൾ, തമിഴ്നാട്, മധ്യപ്രദേശ്, ഉത്തരാഖണ്ഡ്, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലായിരുന്നു ഉപതെരഞ്ഞെടുപ്പ്. റായ്ഗഞ്ച്, രണഘട്ട, ദക്ഷിണ ബാജ്വ, മണിക്തല, വിക്രവണ്ടി, അമർവാര, ഡെഹ്റ, ഹാമിർപൂർ, നലഘണ്ഡ്, ബദരിനാഥ്, മാംഗളൂർ, അതുപോലെ റുപൌലി, ജലന്ധർ വെസ്റ്റ് എന്നിവിടങ്ങളിലെ ഫലമാണ് വരുന്നത്. 2021 തെരഞ്ഞെടുപ്പിൽ ബംഗാളിലെ മണിക്തല സീറ്റിൽ തൃണമൂൽ കോൺഗ്രസ് ആണ് ജയിച്ചത്. റായ്ഗഞ്ച്, രണഘട്ട്, ദക്ഷിൺ, ബാഗ്ദ എന്നിവിടങ്ങളിൽ BJP ആണ് ജയിച്ചത്. BJP MLAമാർ പിന്നീട് തൃണമൂലിലേക്ക് പോയി. പഞ്ചാബിലെ ജലന്ധർ വെസ്റ്റിലെ വിജയം AAPക്ക് നിർണായകമാണ്. MLAമാരുടെ മരണത്തെയും രാജിയെയും തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഹിമാചൽ പ്രദേശിലെ 3 നിയമസഭാ സീറ്റുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിലും BJP കനത്ത തിരിച്ചടി നേടി. വോട്ടെണ്ണൽ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ 2 സീറ്റുകളിൽ കോൺഗ്രസ് വിജയമുറപ്പിച്ചു. ഒരു മണ്ഡലത്തിൽ BJP ആണ് വിജയിച്ചിട്ടുള്ളത്. 3 സ്വതന്ത്ര MLAമാരുടെ രാജിയെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. നേരത്തെ കോൺഗ്രസിനെ പിന്തുണച്ചിരുന്ന സ്വതന്ത്രർ കളം മാറി ചവിട്ടി BJPക്കൊപ്പം ചേരുകയും രാജിവെക്കുകയും ചെയ്യുകയായിരുന്നു. പാർട്ടിയിൽ ചേർന്ന സ്വതന്ത്ര MLAമാരെയാണ് BJP സ്ഥാനാർത്ഥിയാക്കിയിരുന്നത്. ഡെഹ്റ, ഹാമിർപൂർ, നലഘട്ട് എന്നീ മണ്ഡലങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. സ്വതന്ത്ര MLAമാരായിരുന്നു ഇവിടങ്ങളിൽ. നേരത്തെ കോൺഗ്രസ് സർക്കാരിനെ പിന്തുണച്ചിരുന്ന ഇവർ ഫെബ്രുവരിയിൽ നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ പിന്തുണയ്ക്കുകയും പിന്നീട് രാജിവെക്കുകയുമായിരുന്നു. ഡെഹ്റ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖുവിന്റെ ഭാര്യയുമായ കമലേഷ് താക്കൂർ 9399 വോട്ടുകൾക്ക് വിജയിച്ചു. BJPക്കായി മത്സരിച്ച സിറ്റിംഗ് MLA ഹോഷ്യാർ സിംഗ് 2ാം സ്ഥാനത്തായി. ഹാമിർപൂർ മണ്ഡലത്തിൽ BJPയുടെ ആശിഷ് ശർമ്മ 1571 വോട്ടുകൾക്ക് വിജയിച്ചു. സിറ്റിംഗ് MLA ആണ് അദ്ദേഹം. കോൺഗ്രസിലെ പുഷ്പീന്ദർ വർമ്മയാണ് പരാജയപ്പെടുത്തിയത്. നലഘട്ട മണ്ഡലത്തിൽ കോൺഗ്രസിലെ ഹർദീപ് സിംഗ് ബവ വിജയിച്ചു. സിറ്റിംഗ് MLAയും BJP സ്ഥാനാർത്ഥിയുമായ KL ഠാക്കൂറിനെയാണ് പരാജയപ്പെടുത്തിയത്. അതേസമയം പഞ്ചാബിലെ ജലന്ധർ വെസ്റ്റ് നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി വമ്പൻ വിജയമാണ് നേടിയത്. അഭിമാന പോരാട്ടമായിരുന്നു മണ്ഡലത്തിൽ ആം ആദ്മി പാർട്ടിക്ക്. BJPയിലേക്ക് ചേക്കേറിയ സിറ്റിംഗ് MLA ശീതൾ അങ്കൂറിലുള്ള പകരം വീട്ടൽ കൂടിയായിരുന്നു AAPയുടേത്. AAP MLA ആയിരുന്ന ശീതൾ അങ്കുരൽ മാർച്ച് 28-ന് BJPയിൽ ചേർന്നതിനെ തുടർന്നാണ് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. BJPയുടെ ടിക്കറ്റിലാണ് ശീതൾ മത്സരിച്ചത്. സുരീന്ദർ കൗറാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി. മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ ഇവിടെ വീട് വാടകയ്ക്കെടുത്ത് ക്യാമ്പ് ചെയ്താണ് AAPക്കായി പ്രചരണം നടത്തിയിരുന്നത്. 37,325 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് മൊഹാന്ദിർ ഭഗതിന്റെ ജയം. BJP സ്ഥാനാർത്ഥി ശീതൾ 17,921 വോട്ടുകൾ നേടി രണ്ടാമതായി. 16,757 വോട്ടുകളോടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി സുരീന്ദർ കൗർ മൂന്നാമതായി. കഴിഞ്ഞ വർഷം BJP വിട്ട് ആം ആദ്മി പാർട്ടിയിലെത്തിയ നേതാവാണ് മോഹിന്ദർ ഭഗത്. മുൻ കേന്ദ്രമന്ത്രിയും BJP നേതാവുമായിരുന്ന ചുന്നിലാൽ ഭഗതിന്റെ മകൻ കൂടിയാണ് അദ്ദേഹം. 2022-ൽ ഇതേ മണ്ഡലത്തിൽ അദ്ദേഹം BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നെങ്കിലും ജയിച്ചിരുന്നില്ല. 2 പ്രാവശ്യം ജലന്ധറിൽ BJP ടിക്കറ്റിൽ മോഹിന്ദർ ഭഗത് മത്സരിച്ചിരുന്നു. 1998, 2001, 2017, 2020 കാലയളവിൽ പഞ്ചാബ് BJP വൈസ് പ്രസിഡന്റായിരുന്നു.